Thrissur Punkanattil vanniരിക്കുകയാണ്. So I have come to my uncle's and auntie's house to stay. So basically they are running a after school program which is called Grace Academy. ഇവരുടെ ലൊക്കേഷൻ ബേസിക്കലി കല്യാൺ, നമ്മുടെ തൃശ്ശൂർ കല്യാൺ ജ്വല്ലേഴ്സ് ഒരു കോർപ്പറേറ്റ് ഓഫീസിന് ഓപ്പോസിറ്റ് തന്നെയാണ് വീട്. സോ ഐ വിൽ ഇൻട്രൊഡ്യൂസ് ദം. Come, let's get it. This is the administration head and Susan Auntie is the coordinator, academic coordinator, and they are the proprietor of Grace Academy. What was your vision? Start ചെയ്തപ്പോൾ Grace Academy start ചെയ്തപ്പോൾ എന്തായിരുന്നു vision and how did you start this? Grace Academy start ചെയ്തത് സാൻഡ്ര നമ്മൾ അങ്ങനെ ഒരു പർപ്പസ് ആദ്യം ഉണ്ടായിരുന്നില്ല. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നല്ല അക്കാഡമിക് പ്രോഗ്രാം ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിൽ വരുന്നത് ഞാൻ 2002 മുതൽ 2011 വരെ കിൻഡർഗാർട്ടൻ ടീച്ചറായിട്ട് ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ പല സ്കൂളുകളിലേക്കും എന്നെ ടീച്ചർ ട്രെയിനറായിട്ട് ഒരു പ്ലാറ്റ്ഫോം തന്നു. അപ്പം ഞാൻ പല സ്കൂളുകളിൽ വിസിറ്റ് ചെയ്യുമ്പോൾ കിൻഡർഗാർട്ടൻ പ്രോഗ്രാം നമ്മുടെ കേരളത്തിൽ വളരെ പുറകിലാണ് എന്ന് കണ്ടു. അപ്പോൾ സോ ഐ തോട്ട് why can't I try and do something to better this kindergarten program? അവിടെയാണ് ശരിക്കും ഞാൻ കുറച്ച് ബുക്സ് ചെയ്യാനൊക്കെ തുടങ്ങി സ്കൂളുകൾക്ക് വേണ്ടിയിട്ട്. 2011 എനിക്ക് ചില ഫാമിലി മാറ്റേഴ്സ് കാരണം സ്കൂൾ റിസൈൻ ചെയ്തത്. അപ്പം ഞാൻ ബിജോകളിനോട് ചോദിച്ചു നമുക്കൊരു ചെറിയ പ്രോഗ്രാം എന്തെങ്കിലും ഇവിടെ തന്നെ സെറ്റ് ചെയ്താലോ. അപ്പോൾ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ എൻ്റെ ഒരു 9 years ടീച്ചർ ക്ലാസ് റൂം ടീച്ചിങ്ങും പിന്നെ ടീച്ചേഴ്സ് ട്രെയിനറായി പോയിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മളിവിടെ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ അത് ഏറ്റവും ബെസ്റ്റായിട്ട് തുടങ്ങണം എന്ന് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു ചെറിയ ഒരു ക്ലാസ് റൂം മാത്രമായിട്ടാണ് തുടങ്ങുന്നത്. ഞാൻ മാത്രം ടീച്ചറും എന്നെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ ബാക്ക് ബോർഡായിട്ട് അങ്ങനെ തുടങ്ങി നമുക്കൊരു 4 സ്റ്റുഡൻസിലാണ് തുടങ്ങുന്നത്. 4 സ്റ്റുഡൻസിൽ തുടങ്ങിയിട്ട് നമുക്ക് 2020 നമുക്ക് കൊറോണ ടൈം ആയപ്പോഴേക്കും 150 സ്റ്റുഡൻസും 7 ടീച്ചേഴ്സും ഉണ്ടാകും. സോ അതിനുശേഷം നമുക്ക് കൊറോണ ടൈമിൽ നമ്മുടെ ടീച്ചേഴ്സ് ഒക്കെ ഉടനെ തന്നെ നമുക്ക് സൂം പ്ലാറ്റ്ഫോമിലേക്ക് മാറിയിട്ട് നമ്മുടെ completely online. പക്ഷേ we didn't take much time for the transformation from offline classes to online. You didn't have much difficulty. Yeah, that is because നമ്മുടെ ക്ലാസ്സുകളെല്ലാം തന്നെ അപ്പോഴും പവർ പോയിന്റ് പ്രസന്റേഷൻസും വീഡിയോ പ്രസന്റേഷൻസും ഒക്കെ ആയിട്ടായിരുന്നു ക്ലാസ്സിൽ നമ്മുടെ ടീച്ചിങ് നടത്തുന്നത്. അപ്പോൾ വി നീഡഡ് ഓൺലി എ പ്ലാറ്റ്ഫോം. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ സൂമിലേക്ക് പോയി ടീച്ചേഴ്സ് എല്ലാം വെൽ ട്രെയിൻഡാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ ഇന്റർനാഷണൽ സ്കൂളുകളിലൊക്കെ പഠിപ്പിച്ച് വന്നിട്ടുള്ള ടീച്ചേഴ്സാണ് പലരും. അപ്പോൾ ഉടനെ തന്നെ നമുക്കത് കൊറോണ ടൈമിൽ ഓഫ്ലൈനിൽ ഓൺലൈനിലേക്ക് മാറാൻ പറ്റും. പക്ഷെ നമ്മുടെ അതുപോലെ തന്നെ നമുക്ക് അന്നത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൺലൈൻ ആണെങ്കിൽ ലൈവ് ഇന്ററാക്റ്റീവ് ആയിരുന്നു നമ്മുടെ ക്ലാസ്സസ്. അതാണ് ഇന്നത്തെ സ്റ്റുഡൻസിന് വേണ്ടത്. ഒരു അറ്റൻഷൻ വേണം. അല്ലെങ്കിൽ അറ്റൻഷൻ കിട്ടിയില്ലെങ്കിൽ they won't focus on their studies. So which is a very good thing. കുട്ടികളെ ആ ഒരു അറ്റൻഷൻ ഉണ്ടെങ്കിൽ they will be scoring much better also. Knowledge is power. So the student enrichment, like academic enrichment program ആണ് നമ്മൾ ചെയ്യുന്നത്. ഏത് സ്കൂളിൽ പോയാലും നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു പ്രീ KG മുതൽ ഇപ്പൊ നമുക്ക് ക്ലാസ് 8 വരെയുള്ള ക്ലാസ്സസ് ഉണ്ട്. തുടർന്ന് നമ്മൾ കിൻഡർഗാർട്ടൻ ടു ക്ലാസ് 4 ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ എവറി ഇയർ നമ്മൾ അവർ പാസ് ഔട്ട് ആകുന്ന അനുസരിച്ച് നമ്മുടെ ആ ക്ലാസ്സസ് അപ്ഡേറ്റഡ് ആക്കി ടീച്ചേഴ്സിനെ പുതിയ ടീച്ചേഴ്സിനെ നമ്മൾ ഓരോ ക്ലാസ്സിലേക്കും നമ്മൾ അപ്പോയിന്റ് ചെയ്തു. ഇപ്പൊ ക്ലാസ് 8 വരെയുള്ള ക്ലാസ്സസ് നടക്കുന്നുണ്ട്.
നമ്മൾ ഏത് സിലബസ് ആയാലും ഏത് സ്കൂളിൽ പോയാലും നമ്മൾ ഔട്ട് ഓഫ് ദ ബോക്സ്. അതാണ് നമ്മളിപ്പോ നമ്മുടെ ഒരു വിഷൻ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ സ്റ്റുഡന്റ്, ഇന്റർനാഷണൽ സിറ്റിസൺ. അതാണ് നമുക്ക് നമ്മുടെ ഏത് സ്കൂളിൽ നമ്മൾ ക്ലാസ് റൂംസിന്റെ ഉള്ളിൽ നമ്മുടെ ലേണിംഗ് ഒതുക്കുമ്പോൾ നമ്മുടെ ക്ലാസ് റൂംസിൽ എത്രത്തോളം എക്സ്പ്ലോർ ചെയ്യാം അല്ലെങ്കിൽ എത്രത്തോളം അതിനെ എൻറിച്ച് ചെയ്യാം. സോ സിലബസ് ആന്റി സിലബസ് ഉണ്ടാക്കിയതാണോ? അതെ, നമ്മൾ പ്രിപ്പയർ ചെയ്ത മോഡ്യൂൾ ഏജ് അപ്രോപ്രിയേറ്റ് തന്നെ പറയാം. ഓരോ ക്ലാസ് വൈസ് എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ഏജിനനുസരിച്ചിട്ടുള്ള നോളജ് LKG to ക്ലാസ് 8 വരെ പോകും. പ്രോഗ്രാം എന്ന് പറയുന്നത് നമുക്ക് പ്രീ കെ ജിയിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ബുക്സ് ഉണ്ട്. അപ്പൊ ഏത് സ്കൂളിൽ പോയാലും നമുക്ക് അറിയാലോ, ആദ്യം പഠിക്കേണ്ടത് നമുക്ക് ക്യാപിറ്റൽ ലെറ്റേഴ്സ്, സ്മോൾ ലെറ്റേഴ്സ്, നമ്പേഴ്സ്, വൊക്കാബുലറി എൻറിച്ച്മെന്റ്. ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ഫോണിക്സ് ആണ് നമ്മുടെ മെയിൻ ഫോക്കസ്. ഇപ്പൊ നമുക്ക് പലർക്കും ഇപ്പൊ ഫോണീംസും ഗ്രാഫീംസും തമ്മിലുള്ള ഡിഫറൻസ് പോലും അറിയുന്നുണ്ടാവില്ല. ഇപ്പൊ നമ്മള് IPA, ഇന്റർനാഷണൽ ഫോണറ്റിക് ആൽഫബറ്റ്, ഈ സിംബൽസ് ഒക്കെ നമ്മുടെ ക്ലാസ് 3 ആവുമ്പോഴേക്കും കുട്ടികൾ പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ചാൽ നമുക്ക് പ്രൊനൗൺസിയേഷൻ പെർഫെക്റ്റ് ആക്കി പോകാൻ പറ്റും. അപ്പൊ ഫോണിക്സ് നമുക്ക് ഈ കിൻഡർഗാർട്ടനിൽ തന്നെ നമ്മൾ ലെറ്റർ ഐഡന്റിഫിക്കേഷൻ, അതുപോലെ റൈറ്റിംഗ് നമ്മൾ ഒരുപാട് ഇമ്പോർട്ടൻസ് ഫസ്റ്റ് ഇയറിൽ കൊടുക്കുന്നില്ല. 3 to 4 നമ്മളൊരു കോൺസെൻട്രേഷൻ ഉണ്ടാക്കാനുള്ള എല്ലാ ടെക്നിക്സും ആണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സൈക്കോളജിക്കൽ കൗൺസിലിംഗ്, മാസ്റ്റേഴ്സ് ഇൻ സൈക്കോതെറാപ്പി, ഇത് രണ്ടും പാസ് ഔട്ടാണ്. അപ്പോൾ ആ പ്രോഗ്രാംസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടീച്ചിങ്ങിൻ്റെ കൂടെ കുഞ്ഞുങ്ങളുടെ ബിഹേവിയർ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഏർലി ഇയേഴ്സിൽ നമുക്ക് അവരെ കോൺസെൻട്രേഷൻ ഉണ്ടാക്കുകയാണ് ലേണിങ്ങിന് മുൻപ് ചെയ്യുന്നത്. അപ്പൊ അത് നമുക്കിവിടെ നന്നായി ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന് നമുക്ക് കുറച്ച് ടെക്നിക്സ് ഒക്കെ ഉണ്ട്, അത് നമ്മൾ ക്ലാസ് റൂംസിനുള്ളിൽ ചെയ്യും. സോ ഈ സ്കൂളിൽ ഇപ്പം ഇച്ചിരി സ്റ്റഡീസിന് ബാക്ക്വേർഡ് ആയിട്ട് കുട്ടികൾ ഇവിടെ വന്നിട്ട് അവർ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടല്ലേ? അത് വലിയ നല്ല ക്വസ്റ്റ്യൻ. അവിടെയാണ് നമുക്കിപ്പോ ഇത്രത്തോളം കുട്ടികൾ വരാനുള്ള ഒരു കാരണം. നമ്മൾ ഇൻഡിവിജ്വലൈസ്ഡ് ലേണിംഗ് പ്രോഗ്രാം, അത് നമ്മൾ ഓരോ കുട്ടി അതുപോലെ പുറകിൽ വരുമ്പോൾ നമ്മൾ അവരെ അസസ് ചെയ്ത് എവിടുന്ന് തുടങ്ങണം എന്ന് നോക്കും. ആ ക്ലാസ്സിലെ പ്രോഗ്രാം ആയിരിക്കില്ല ചില സമയത്ത് നമ്മൾ തുടങ്ങുന്നത്. അവിടെ നമ്മൾ അസസ് ചെയ്യുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാം ആവശ്യം ഉണ്ടാവും. അപ്പൊ അവർക്ക് ലെറ്റേഴ്സ്, നമ്പേഴ്സ്, 2 letter words, 3 letter words, rhyming words, ഇങ്ങനെയൊക്കെ ഉള്ള ലാംഗ്വേജിന്റെ ആ ഒരു ബേസിക് പ്രോഗ്രാമിംഗ് തന്നെ നമ്മൾ തുടങ്ങും. ഇപ്പൊ ഈ ഫൗണ്ടേഷൻ പ്രോഗ്രാം ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ ഒരു അവരുടെ ലെവലിലേക്ക് കൊണ്ടുവരിക. Which will create creative learning. Exactly. And they become better in their learning and they gain confidence. പല കുട്ടികൾക്ക് നമുക്ക് റീഡിങ്ങിന് പുറകെ പോയിട്ടുണ്ട് കോവിഡിന് ശേഷം. കോവിഡ് ടൈമില് സ്കൂളുകളിൽ ശരിയായ രീതിയിൽ നമുക്കറിയാലോ ടീച്ചേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ആ ഒരു സമയത്ത് വന്നിട്ടുള്ള ഒരു ബാക്ക്വേർഡ്നെസ് പല കുട്ടികളിലുമുണ്ട്. അപ്പൊ അത് നമുക്ക് ഇതുപോലെ ഒരുപാട് എൻക്വയറീസും അഡ്മിഷനും വരുന്നുണ്ട്. അത് നമ്മൾ എടുക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഓക്കെ. So ഞാൻ ഇന്നലെ വന്നപ്പോൾ like they were quite busy because അവർക്ക് like students they getting students through reference. Parents അവര് like word of mouth തന്നെ because of the experience they are getting they're telling the other students Grace Academy is doing really amazing job. Because our students will കൂടുതലും creative learning അവരുടെ the way of thinking also it will increase. So auntie and uncle, you are doing a great job. Okay, thank you. And if you need more details, kindly DM. I'll share you the more details. Okay. And you want to tell anything else? Offline നമ്മുടെ ക്ലാസ്സസ് നടക്കുന്നുണ്ട്. Yeah. So they have online and offline programs. And blended program. ഈ ബ്ലെൻഡഡ് പ്രോഗ്രാം എന്ന് പറയുന്നത് ബ്ലെൻഡഡ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഓൺലൈൻ സ്റ്റുഡൻസിനൊക്കെ എല്ലാ ഡേയ്സിലും അവർക്ക് ഓഫ്ലൈൻ സപ്പോർട്ട് കിട്ടില്ല. അപ്പൊ അവർക്ക് സാറ്റർഡേയ്സിൽ ഓൺലൈനിൽ നടന്ന ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും വർക്ക്ഷീറ്റ്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ നമ്മുടെ എല്ലാ ടീച്ചേഴ്സും സാറ്റർഡേയ്സിൽ നമ്മുടെ ഗ്രേസ് അക്കാഡമിയിൽ അപ്പൊ ഇവിടെ നമുക്ക് ഇതുപോലെ നമ്മളൊരു 20 ബുക്സ് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള നോളജ്
നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ സെറ്റ് മലയാളത്തിന്റെയാണ്. ഇത് മലയാളം, ഇംഗ്ലീഷ്, അതുപോലെ മാത്സ് ഉണ്ട്, Cursive പിന്നെ writing. കഴ്സീവ് റൈറ്റിംഗ്. അപ്പൊ ഇവിടെ കഴ്സീവ് റൈറ്റിംഗിന് 4 ബുക്സ് ഉണ്ട്. ഇത് ഗ്രാമർ ബേസ് ചെയ്തിട്ടാണ് കഴ്സീവ്. അപ്പൊ ഒരു ഗ്രാമറിന്റെ ഒരു ബേസിക് അതിലേക്ക് കിട്ടുകയും ചെയ്യും. അതേസമയം റൈറ്റിംഗ് പെർഫെക്റ്റ് ആക്കാനും കുറച്ച് ക്രേസി തന്നെ എഴുതാനുള്ള ഒരു മെത്തേഡിലാണ്. കർസീവിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഹാൻഡ് റൈറ്റിങ്ങിന്റെ ഇത് മാത്രമല്ല, ബ്രെയിനിൽ നമുക്ക് നമ്മളിപ്പോ നെറ്റ് നമ്മളൊരു സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം, കർസീവ് നമ്മൾ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിന്റെ വേറൊരു പോർഷനാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് ആ റൈറ്റിംഗ് പ്രോഗ്രാമിന്. അപ്പൊ അത് വളരെ വേഗത്തിൽ സ്പെല്ലിംഗ് ഗ്രാസ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അവിടെ നമ്മൾ പറയുന്ന ഒരു ടാക്ടൈൽ മെമ്മറി എന്ന് പറയും. അപ്പൊ എന്താ വെച്ചാൽ വേർഡ് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെ വേഗത്തിൽ അത് റീകോൾ ചെയ്യാൻ പറ്റും സ്പെല്ലിങ്സ്. അപ്പൊ നമ്മൾ ഒരു കാറ്റ് എന്ന് പറയുമ്പോൾ CAT എഴുതുമ്പോൾ തന്നെ അതിന്റെ കൂടെ നമ്മുടെ ഹാൻഡ് മൂവ്മെന്റ്, അതാണ് ടാക്ടൈൽ മെമ്മറി. അപ്പൊ സ്പെല്ലിങ്ങിലും ലേണിംഗിലും ഒക്കെ പുറകിലുള്ള കുട്ടികൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും കർസീവ് പ്രാക്ടീസ് ചെയ്യാം. പ്രിന്റ് ഫോംസ് ആണ് നമ്മുടെ കിൻഡർ ഗാർഡൻ ചെയ്യുക. റൈറ്റിംഗ് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ ക്ലാസ് 1 മുതൽ നമ്മൾ കർസീവ് ആണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്ലാസ് 1 മുതൽ തന്നെ നമ്മൾ കർസീവ് സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ മലയാളം പ്രോഗ്രാം ഉണ്ട്. നമുക്ക് ക്ലാസ് മലയാളം നമ്മുടെ മദർ ടങ് എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ ഈ മദർ ടങ് നമ്മൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മറ്റേത് ഭാഷ പഠിക്കാനും എളുപ്പമാണ്, ഈസിയാണ്. ഈ 3 ബുക്സ് മലയാളം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏത് ക്ലാസ്സിലെ കുട്ടിക്കായാലും നമുക്ക് ഈ 3 ബുക്കിലൂടെ എല്ലാ അക്ഷരങ്ങളിൽ നിന്ന് വാക്കുകളിൽ നിന്ന് നമ്മുടെ വാചകങ്ങളിലും എത്തുന്ന വളരെ നല്ല രീതിയിൽ ഗ്രേഡഡ് ആക്കി കൊണ്ടുവന്നിട്ടുള്ള ഒരു ബുക്കാണ്. ലാസ്റ്റ് എത്തുമ്പോഴേക്കും നമുക്ക് നന്നായി എഴുതാനും വായിക്കാനും സാധിക്കും. ഇത് നമ്മൾ ഓരോ ക്ലാസ്സിലേക്കും നമ്മുടെ ടീച്ചേഴ്സ് വളരെ ഹാർഡ് വർക്കിംഗ് ആണ്. അവർ ഓരോ ക്ലാസ്സിലേക്കും ഓരോ ടേമിലേക്കും ഉള്ള വർക്ക്ഷീറ്റ്സ് ഏത് സിലബസ് ആയാലും നമ്മളിപ്പോൾ ഇത് ചെയ്ത് ഈ വർക്ക്ഷീറ്റ്സ് മുഴുവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് ഇന്റർനാഷണൽ എക്സാംസിന് പോയാലും നമുക്ക് നല്ല സ്കോർ എടുക്കാൻ പറ്റും. അതിനൊരു ഡൗട്ടും ഇല്ല. അപ്പൊ ഇപ്പൊ നമുക്ക് മാത്സ്, EVS, ഇംഗ്ലീഷ് ഈ 3 ആണ് നമ്മുടെ കോർ ടോപ്പിക് സബ്ജക്ട്സ്. ഏതൊക്കെ സബ്ജക്ട്സ് കവർ ചെയ്യുന്നത്? ഇവിടെ നമ്മൾ ഇംഗ്ലീഷ്, മാത്സ്, EVS, പിന്നെ ഹിന്ദി, മലയാളം അഡീഷണൽ ഓപ്ഷണൽ ആയിട്ട് പോകുന്നുണ്ട്. ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയാണ് ഓൺലൈൻ ക്ലാസ്സസ് ഉള്ളത്. ഓഫ്ലൈൻ നമുക്ക് ഇവിടെ നിയർബൈ സ്കൂൾസിലുള്ള കുട്ടികളാണ് കൂടുതലും വരുന്നത്. ഇപ്പോഴത്തെ നമ്മുടെ ന്യൂജൻ പാരന്റ്സിനെല്ലാം വേണ്ടത് നോളജ് ആണ്, കോൺഫിഡൻസ് ആണ് കുട്ടികൾക്ക്. അതുപോലെ ലാംഗ്വേജ് എൻറിച്ച്മെന്റ്. We empower them for the future generation and to lead our country and become a member of the world society. അപ്പോൾ അതൊരു ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇന്റർനാഷണൽ സിറ്റിസൺ. എവിടെ പോയാലും നമ്മൾ പുറകെ പോകുന്നു എന്ന് തോന്നാൻ പാടില്ല. അപ്പൊ നമുക്ക് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് എപ്പോഴും ലാംഗ്വേജ് ആണ്. അപ്പൊ ഇംഗ്ലീഷ് നന്നായിട്ട് നമുക്ക് സ്പോക്കൺ ലാംഗ്വേജ്, റൈറ്റിംഗ് ഇതൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെയും ഷൈൻ ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. ഈവൻ ബാംഗ്ലൂരിലും സ്റ്റുഡൻസ് ഉണ്ടല്ലേ? നമ്മുടെ കുട്ടികൾ ഇവിടുന്ന് എവിടേക്ക് പോയാലും അവർ നമ്മളുമായിട്ടുള്ള കണക്ഷൻ വരുന്നില്ല. അതാണ് നമുക്ക് ഒരുപാട് സന്തോഷം തരുന്നത്. അവിടെ വിടാൻ താല്പര്യമില്ല. വെരി ഗുഡ്. Thank you, Sandra. Thank you so much. Okay. Thank you everyone. So ഇതിനെ കുറിച്ച് more details വേണമെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുക, or they can contact them. ഞാൻ ഇവരുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെബ്സൈറ്റ് ഉണ്ട്. ഗ്രേസ് അക്കാഡമി തൃശ്ശൂർ എന്ന് വെച്ചാൽ കിട്ടും. Okay, thank you. Okay, thank you so much, Sandra. Thank you. Thank you, Shubhen.